ഹായ് ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റെക്സ് അക്കാദമിയിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഓർ ഓപ്പറേഷൻസ് മാനേജർ. ഒരു ഓപ്പറേഷൻസ് മാനേജർ പ്രവർത്തിക്കേണ്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. ഇത് കണ്ണൂർ, കാലിക്കറ്റ്, MG കേരള യൂണിവേഴ്സിറ്റി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജർ ഓർ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഫസ്റ്റ് ഫങ്ഷൻ ഈസ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് is concerned with the preparation of short-term guiding plans before starting production. അതായത് ബിഫോർ പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടത്തുന്ന പ്ലാനിംഗ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. അതുപോലെ തന്നെ എന്താണ്, ഷോർട്ട് ടേം ഗൈഡിംഗ് പ്ലാൻസ് ആണ്. ഷോർട്ട് ടേം ഗൈഡിംഗ് പ്ലാൻസ് ഒരു ദീർഘകാലത്തേക്കുള്ള പ്ലാനിംഗ് അല്ല, ഷോർട്ട് ടേം ഗൈഡിംഗ് പ്ലാൻസ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ബിഫോർ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്ഷൻ കൺട്രോൾ. പ്രൊഡക്ഷൻ കൺട്രോൾ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു produce the products at possible minimum cost. പ്രൊഡക്ഷൻ കൺട്രോള് നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. എന്നിരുന്നാലും പ്രോപ്പർ പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ട് എങ്കിൽ നമുക്ക് വേസ്റ്റേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് മിനിമൈസേഷൻ സാധ്യമാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. പ്രോപ്പർ പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് പ്രൊഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേറ്റിംഗ് ഓൾ സോർട്സ് ഓഫ് വേസ്റ്റേജ് ഈസ് പോസിബിൾ. എലിമിനേറ്റിംഗ് ഓൾ സോർട്സ് ഓഫ് വേസ്റ്റേജ്. അതുപോലെ തന്നെ ഏറ്റവും മിനിമം കോസ്റ്റിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ ആർക്കാണ് അതിന്റെ ബെനിഫിറ്റ്? അത് കൺസ്യൂമേഴ്സിനും കൂടിയാണ്. കാരണം ഒരു മിനിമം കോസ്റ്റില് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഹയർ പ്രൈസ് ചാർജ് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഹയർ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല, ഒരു ഫെയർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും മിനിമം കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിനും അവർക്ക് ആവശ്യമുള്ള, അവർക്ക് ന്യായമായ വിലയ്ക്ക് നൽകാനാണ് ആ സ്ഥാപനം ശ്രമിക്കുക. ഓക്കെ, അപ്പോ തേർഡ് വൺ ഈസ് മെത്തേഡ് അനാലിസിസ്. മെത്തേഡ് അനാലിസിസ് എന്നാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് പല വഴികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പല രീതികൾ ഉണ്ടാവും. അതിൽ ഏത് രീതിയാണ്, ഏത് വഴിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ആ മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെത്തേഡ് അനാലിസിസ് നടത്തണം. ദാറ്റ് ഈസ് ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ഡൂയിങ് എ ജോബ്. ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ഡൂയിങ് എ ജോബ്. സോ ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ്. ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ്. അതാണ് ഏതിലൂടെ സാധ്യമാവുന്നത്? മെത്തേഡ് അനാലിസിസിലൂടെ. തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് വെറ്റ് പ്രോസസ്സ്, ഒന്ന് ഡ്രൈ പ്രോസസ്സ്. രണ്ടിനും രണ്ട് രീതിയിലുള്ള കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്, മെഷീനറീസ്, ലേബറേഴ്സ്, കോസ്റ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്താൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഏതാണ് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ബെസ്റ്റ് മെത്തേഡ്.
So it is an important function of operation manager method analysis. ഇത് ഓപ്പറേഷൻ മാനേജറുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡ് അനാലിസിസിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ശരിയായ മെത്തേഡ് അല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തിന് ലോസ് ആയിരിക്കും സംഭവിക്കുക, അല്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രോപ്പർ മെത്തേഡ് അനാലിസിസ് should be done and the best method should be chosen so that the profit can be ensured maximum. This can be done only through method analysis, proper method analysis. Okay, so the next one is quality control. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് സ്ഥാപനത്തിനെ സംബന്ധിച്ചും ബെസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസ് കൂടിയാൽ പോലും ആൾക്കാർ നമ്മളെ വിട്ട് നമ്മുടെ സ്ഥാപനത്തെ ഉപേക്ഷിക്കില്ല. സോ എൻഷുറിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ മാനേജർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പേയും ഇയാളുടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ആണ് പ്രൊഡക്ഷൻ ടൈമിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് എങ്കിൽ he should properly check and control the production system and he should ensure the best quality for the product. അതായത് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് പ്രൊഡക്ഷൻ മാനേജർ ആണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് എല്ലാം കൃത്യമായി തന്നെയാണ് നടക്കുന്നത്. വേസ്റ്റേജ് തീരെയില്ല, മെഷീനറീസ് ബ്രേക്ക് ഡൗൺ, ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. സേഫ്റ്റി പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഒക്കെ ലേബറേഴ്സിന് അവൈലബിൾ ആണ്. ഇതൊക്കെ എൻഷുർ ചെയ്യേണ്ടത് ഈ ഓപ്പറേഷൻസ് മാനേജർ ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ടൈമിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജർ ആണ്. ഓക്കെ, then next one, that is work measurement. Measuring the performance by a worker is called work measurement. Measuring the performance by a worker. It includes the time study and motion study. Time study and motion study. How much time a worker spent on the job എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇയാൾ എത്ര സമയം ഉപയോഗിച്ചു ആക്ച്വലി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. അവിടെ ഗേറ്റ് ടൈമും മറ്റും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിൽ എത്തിയ ടൈമും പ്ലാന്റിൽ ഈ സ്പെൻഡ് ചെയ്ത ടൈം, അതുപോലെ തന്നെ ഈ അൺനെസസറി മൂവ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതൊക്കെ മോഷൻ സ്റ്റഡിയിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു റോ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ഒരാൾ സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിൽ ആ റോ മെറ്റീരിയൽസ് ഇയാളുടെ അടുത്തേക്ക് ടൈംലി അവൈലബിൾ ആക്കുക എന്നുള്ള രീതിയിലേക്ക് മോഷൻസ് ക്രമീകരിക്കേണ്ടി വരും. അപ്പോൾ വേസ്റ്റേജ് ഓഫ് മൂവ്മെന്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അൺനെസസറി ടൈംസ്, അതുപോലെ തന്നെ നമ്മൾ ഡിലേ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ് റോമിങ് ആയിട്ടുള്ള ടൈംസ്, അത്തരത്തിലുള്ള ടൈംസ് ഒക്കെ സ്ഥാപനത്തിന് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും നടത്തുന്നതിലൂടെ എക്സാക്ട്ലി അതിന് ഒരു വർക്കർ വർക്ക് ചെയ്യാൻ ആവറേജ് വേണ്ടുന്ന ടൈം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആവറേജ് മൂവ്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ വർക്ക് മെഷർമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്ന ഒരു വലിയ കാര്യം. ഓക്കെ,
Then next one is inventory control. Control the movement of material from and out of the store. അതായത് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്, റോ മെറ്റീരിയൽ ആണ്. അത് റോ മെറ്റീരിയലും വരാം, വർക്ക് ഇൻ പ്രോഗ്രസ് വരാം, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സും വരാം ഇൻവെന്ററി. അപ്പോൾ സ്റ്റോക്ക് എന്നത് നമുക്ക് 3 ടൈപ്പ് ആണുള്ളത്. ഒന്ന് റോ മെറ്റീരിയൽസ്, ഒന്ന് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളതും. അപ്പൊ ഈ 3 ടൈപ്പിലുള്ള സ്റ്റോക്കിനെയും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻവെന്ററി കൺട്രോൾ, അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്ഥലം പരിമിതമായിരിക്കും, നമ്മുടെ സ്റ്റോറൊക്കെ, അല്ലേ? അപ്പോഴ് ഈ ഇൻവെന്ററി എന്നത് ഫ്രം ആൻഡ് ഔട്ട് ഓഫ് ദ സ്റ്റോർ, അതിന്റെ മൂവ്മെന്റ് ഫ്രം ആൻഡ് ഔട്ട് ഓഫ് ദ സ്റ്റോർ. ഈ ഇൻവെന്ററി എന്നത് സ്റ്റോറിലേക്ക് വരുന്നതുമുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതുമുണ്ട്. അതിന് ഓരോന്നിനും ഓരോ മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ടൂൾസ്, ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ABC അനാലിസിസ്, VD അനാലിസിസ്, FSND അനാലിസിസ് ഒക്കെ ഇൻവെന്ററി കൺട്രോളിന് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. ABC അനാലിസിസ് എന്നാല് മെറ്റീരിയലിനെ 3 കാറ്റഗറി ആയിട്ട്, അത് റോ മെറ്റീരിയൽസ് കൺട്രോളിനാണ് ഉപയോഗിക്കുന്നത് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോർസ് കൺട്രോൾ. അപ്പോൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുകയാണ്. A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി. A കാറ്റഗറി മെറ്റീരിയൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരിക്കും. B കാറ്റഗറി മീഡിയം ആയിരിക്കും അതിന്റെ ഒരു വില. C കാറ്റഗറി ലോ കോസ്റ്റ് ആയിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നത് ഈ ലോവസ്റ്റ് പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള, കോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള C കാറ്റഗറി ആയിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റി. B കാറ്റഗറി ഒരു മീഡിയം ക്വാണ്ടിറ്റി തന്നെയായിരിക്കും ആവശ്യമായി വരുന്നത്. A കാറ്റഗറി ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം ആണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി ആയിരിക്കും ഇത് ആവശ്യമായി വരിക പ്രൊഡക്ഷൻ. ഓക്കെ. ദെൻ VED അനാലിസിസ് സാധാരണ സ്പെയർ പാർട്സ് കൺട്രോളിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റൽ ആയിട്ടുള്ള സ്പെയർ പാർട്സ്, എസെൻഷ്യൽ ആയിട്ടുള്ളത്, ഡിസൈറബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ആണ് തിരിക്കുന്നത്, എന്നിട്ട് അവയെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി FSND സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോർമൽ മൂവിങ് ആൻഡ് ഡോർമെന്റ് മൂവിങ്. അതായത് ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് F കാറ്റഗറിയിലും, സ്ലോ മൂവിങ് S കാറ്റഗറിയിലും, നോർമൽ മൂവിങ് N കാറ്റഗറിയിലും, തീരെ മൂവ് ചെയ്യാത്ത ഡോർമെന്റ് ആയിട്ടുള്ളത് ഡോർമെന്റ് മൂവിങ് എന്ന കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഏത്? ഇൻവെന്ററി കൺട്രോൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൂടാതെയാണ് നമ്മൾ FIFO മെത്തേഡ്, LIFO മെത്തേഡ്, HIFO മെത്തേഡ്, ആവറേജ് പ്രൈസ് മെത്തേഡ് ഒക്കെ, അത് ഇഷ്യൂ കൺട്രോൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് ലെവൽസ്, ഡിഫറെന്റ് സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മിനിമം ലെവല്, മാക്സിമം ലെവല്, ഡേഞ്ചർ ലെവല്, ഈ രീതിയിൽ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റീഓർഡർ ലെവല്, ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിലൂടെ. ഓക്കെ. അടുത്തത് പ്ലാന്റ് ലേഔട്ട് ആണ്. പ്ലാന്റ് ലേഔട്ട് സിംപ്ലി മീൻസ് ദ അറേഞ്ച്മെന്റ് ഓഫ് മെഷീൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ടേം എങ്ങനെയായാലും ഉപയോഗിക്കണം. അറേഞ്ച്മെന്റ് ഓഫ് മെഷീൻ, അതാണ് ലേഔട്ട് എന്നതുകൊണ്ട്, പ്ലാന്റ് ലേഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് മെഷീൻ ആൻഡ് അതർ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഫാക്ടറിയിൽ. സോ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഓർ പ്രൊഡക്ഷൻ മാനേജർ. ഒരു പ്ലാന്റ് നമുക്ക് ചിലപ്പോൾ ലൈനായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും, ചിലത് ഒരു U ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും അടുത്തതിന്റെ ഇൻപുട്ട് എങ്കിൽ അത് അടുത്തടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അത് എങ്ങനെയാണോ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യുകയും റീഅറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്
നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് പ്ലാന്റ് ലേഔട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ലേഔട്ട് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് മെഷീൻ ആൻഡ് അതർ എക്യുപ്മെന്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് മാക്സിമൈസേഷൻ ഓഫ് ലേബർ എഫിഷ്യൻസി. പ്രൊഡക്ഷൻ മാനേജർ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ലേബർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, വർക്ക് സ്റ്റഡി ഇതൊക്കെ നടത്തിയിട്ട് അവരുടെ എഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരാണ് കൂടുതൽ ഐഡിൽ ടൈം, അല്ലെ, ഐഡിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, മടിയന്മാരായിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഈ ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയും നടത്തുന്നതിലൂടെ മനസ്സിലാവും. കൂടുതൽ ടൈം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിലനിർത്തുകയും മറ്റുള്ളവരെ ഒന്നുകിൽ നമുക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് അവരുടെ മൂവ്മെന്റ്സും മറ്റുമൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല എങ്കിൽ അവരോട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, അത് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ ലേബർ എഫിഷ്യൻസി എന്നത് ലേബർ വിചാരിച്ചാൽ മാത്രം നടക്കുന്നതാണ്. അത് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നത് പ്രൊഡക്ഷൻ മാനേജറുടെ അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഓർ മാനേജർ carried out മോഷൻ സ്റ്റഡി, വർക്ക് സ്റ്റഡി വിത്ത് ആൻ ഇന്റൻഷൻ ടു മേക്ക് ദ ലേബർ മോർ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. അല്ലെ, ലേബർ ഫോഴ്സ് ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 9th one is estimating. To fix up the production targets and delivery dates, and keep the production cost at a minimum. Production cost minimum ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് does a thorough estimation of production times and production cost. പ്രൊഡക്ഷൻ ടൈമും പ്രൊഡക്ഷൻ കോസ്റ്റും എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി എത്ര സമയം ഏറ്റവും കുറഞ്ഞത് ആവശ്യമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതിന് ഏറ്റവും മിനിമം കോസ്റ്റ് ആ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടി എത്രയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇത് എസ്റ്റിമേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? തറോ അനാലിസിസ് നടത്തിയതിലൂടെയാണ്. അപ്പൊ തറോ അനാലിസിസ് നടത്തിയിട്ട് they have to fix up the production target. അവരുടെ ടാർഗറ്റിന് അനുസരിച്ചാണ് ഈ ടൈമും കോസ്റ്റും എത്രയാണ് വേണ്ടി വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നമ്മളിപ്പോ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന ടൈമും കോസ്റ്റും ആയിരിക്കില്ല 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈമും കോസ്റ്റും. അപ്പോ നമ്മുടെ ടാർഗറ്റിനനുസരിച്ച്, നമ്മുടെ പ്രൊഡക്ഷൻ ടാർഗറ്റിനനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവർ ചെയ്യേണ്ടത്, അതിന് മുൻപ് എങ്ങനെയായാലും പ്രൊഡക്ഷൻ നടക്കണമല്ലോ. അപ്പോൾ നമ്മള് ചിലപ്പോ കൂടുതൽ ലേബറേഴ്സിനെ അതുപോലെ തന്നെ കൂടുതൽ മെഷീനറീസ് ഒക്കെ കൊണ്ടുവന്നിട്ട് സമയം കുറച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റും അവിടെ കുറയണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പക്ഷെ ഡെലിവറി ഡേറ്റിൽ ഡിലേ വരാൻ പാടില്ല എന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയാലും ടൈം അവിടെ കുറക്കേണ്ടി വരും ചില പ്രത്യേക സാഹചര്യത്തിൽ. അപ്പോൾ നമ്മുടെ സാഹചര്യമാണ് അവിടെ തീരുമാനിക്കുന്നത് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ? പ്രൊഡക്ഷൻ ടാർഗറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡെലിവറി ഡേറ്റിന് അനുസരിച്ച് പ്രൊഡക്ഷൻ ടൈമും പ്രൊഡക്ഷൻ കോസ്റ്റും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഒരു ഓപ്പറേഷൻ മാനേജറുടെ ഫംഗ്ഷൻ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷെഡ്യൂളിംഗ്. ദ പ്രൊഡക്ഷൻ മാനേജർ ഹാസ് ടു ഡ്രോ ദ ടൈം ടേബിൾ ഫോർ വേരിയസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ടൈം ടേബിൾ ഫോർ various production activities, specifying when to start and when to finish the process. നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്യണം. നമുക്ക് എപ്പോഴാണ് ഡെലിവർ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് എന്ന് നമുക്കറിയാം.
എപ്പോഴാണ് അത് മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോഴ് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന, ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ ഓപ്പറേഷൻ മാനേജർ ആണ്. നെക്സ്റ്റ് വൺ ഈസ് റൂട്ടിംഗ്. റൂട്ടിംഗ് ഈസ് ദ determination of route path for the movement of manufacturing through the factory. ഫാക്ടറിയിലൂടെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നതിന്റെ റൂട്ട്, ആരിൽ നിന്ന് ആരിലേക്ക് ഏതൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം എന്നിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. റൂട്ടിംഗ് എന്നത് ഫാക്ടറിക്കകത്തുള്ള റൂട്ടിംഗ് ആണ്. റോ മെറ്റീരിയൽ സ്റ്റേജിൽ നിന്ന് ഇത് ഏതൊക്കെ റൂട്ടിലൂടെ, ഏതൊക്കെ പ്രോസസ്സിലൂടെ, ഏതൊക്കെ ഫങ്ഷൻസിലൂടെ കടന്നു പോയിട്ട് ആണ് ഫൈനൽ പ്രൊഡക്റ്റ് ആയി മാറുന്നത്, അത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് റൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ദ റൂട്ട് പാത്ത് ഫോർ ദ മൂവ്മെന്റ് ഓഫ് മാനുഫാക്ചറിങ് ത്രൂ ദ ഫാക്ടറി, ഫാക്ടറിക്കകത്തൂടെ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ലോഡിംഗ്. ലോഡ് ദ വർക്ക് against the machine or equipments. അപ്പോ വർക്ക് ലോഡ് ഓരോ മെഷീനറിക്കും അതുപോലെ ഓരോ എക്വിപ്മെന്റ്സിനും കൊടുക്കേണ്ടതായിട്ടുള്ള എത്രയാണ്, അതിന്റെ എത്ര പെർസെന്റേജ് കപ്പാസിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നർത്ഥം. വർക്ക് ലോഡ് ഒരു ലേബററിന് എത്ര വർക്ക് ലോഡ് കൊടുക്കണമെന്നും ഒരു മെഷീനറിക്ക് എത്ര വർക്ക് ലോഡ് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കണം. സോ ദ ലോഡിംഗ് ഈസ് ദ assignment of the amount of work, assignment of the amount of work to a concerned machine or a worker, to a machine concerned or a worker. ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു വർക്കറിനോ കൊടുക്കേണ്ടതായിട്ടുള്ള വർക്ക് ലോഡ് തീരുമാനിക്കണം. അത് തീരുമാനിക്കുന്നത് ആരാണ്? ഫങ്ഷൻ ഓഫ് ഓപ്പറേഷൻ മാനേജർ ആണ്. അപ്പോ അത് അയാളുടെ ഒരു ഫങ്ഷൻ ആണ്. എന്ത്? ലോഡിംഗ്, വർക്ക് ലോഡ് തീരുമാനിക്കുകയും അസൈൻ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഡെസ്പാച്ചിങ്. ഡെസ്പാച്ചിങ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അയക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഡെസ്പാച്ച് ചെയ്യുക. ദ പ്രൊഡക്ഷൻ മാനേജർ ഹാസ് ടു പ്രിപ്പയർ വേരിയസ് ഡോക്യുമെന്റ്സ് such as job cards, route sheets, movement cards, inspection cards for each and every components of the product. Activity of releasing the document is known as dispatching. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകള് റിലീസ് ചെയ്യുന്ന, അതായത് വെറുതെ റിലീസ് ചെയ്താൽ പോരാ, അത് കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഡെസ്പാച്ചിങ് എന്നത്. ഏതൊക്കെ കാർഡ്സ്? മൂവ്മെന്റ് കാർഡ്സ് ഉണ്ടാവാം, ഇൻസ്പെക്ഷൻ, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ ജോബ് കാർഡ്സ്, എംപ്ലോയീസ് വന്നിട്ട് അവരുടെ അറ്റൻഡൻസ് ഇതൊക്കെ മാർക്ക് ചെയ്യുന്നതുണ്ട്, ജോബ് കാർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ മെഷീനറീസിന്റെയും എംപ്ലോയീസിന്റെയും ഇവരുടെയൊക്കെ റൂട്ട് ഷീറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ടൈംലി റിലീസ് ചെയ്യുക, അതിന്റെ പ്രോസസ്സുകൾ റെക്കോർഡിംഗ് ടൈമിംഗ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് റിലീസ് ചെയ്യുന്ന, അയക്കുന്ന ആ ഒരു പ്രവർത്തനത്തിനാണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഡെസ്പാച്ചിങ്, ഡോക്യുമെന്റ് ഡെസ്പാച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. ഡെസ്പാച്ചിങ് ഓക്കെ, ക്ലിയർ ആണ്. ദെൻ എക്സ്പെഡൈറ്റിംഗ് ഓർ ഫോളോ അപ്പ്. ഫോളോ അപ്പ് നമുക്കറിയാവുന്നതാണ്. വൺസ് ദ ഡോക്യുമെന്റ്സ് ആർ ഡെസ്പാച്ച്ഡ്, ദ മാനേജ്മെന്റ് വാണ്ട്സ് ടു നോ വെദർ ദ ആക്ടിവിറ്റീസ് ആർ ബീയിങ് കാരിഡ് ഔട്ട് ആസ് പെർ പ്ലാൻസ് ഓർ നോട്ട്. അപ്പോ നമ്മള് ജോബ് കാർഡിലും അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ കാർഡിലും ഒക്കെ എന്താണോ റിയൽ ആയിട്ട് സംഭവിച്ചത് അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ അതിനു മുമ്പേ ഓരോരുത്തരുടെയും വർക്കിന്റെയും ആ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്.
ആ തീരുമാനിച്ച അതേ രീതിയിലാണോ വർക്ക് ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. ആ ചെക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇതിന്റെ ഫോളോ അപ്പ് കറക്റ്റ് ആയിട്ട് ആണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എങ്കിൽ ആ രീതി തുടരാനും അതിലെന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും പറ്റും. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ ഫോളോ അപ്പ് സ്റ്റേജിലാണ് ഓപ്പറേഷൻ മാനേജർ ചെയ്യുന്നത്. Then last one is inspection and evaluation. Inspection and evaluation. Both the inspection and evaluation activities are done by production manager. Production manager ആണ് ഈ മെഷീനറീസിന്റെ എല്ലാറ്റിന്റെയും ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന പ്രൊഡക്ഷൻ മാനേജർ ആണ്. അതിന്റെ ഒരു സൂപ്പർവിഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്ന പ്രൊഡക്ഷൻ മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്? ഇൻസ്പെക്ഷനും ഇവാലുവേഷനും. ഇത് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഉണ്ട്. അതുപോലെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റയർ ആക്ടിവിറ്റി ഇവാലുവേഷൻ. ഇവാലുവേഷൻ ഓഫ് എൻറ്റയർ ആക്ടിവിറ്റി. ഈ പ്രൊഡക്ഷൻ ടൈമില് ഫാക്ടറിയിൽ നടക്കുന്ന എൻറ്റയർ ആക്ടിവിറ്റീസിന്റെയും ഇവാലുവേഷൻ, വിലയിരുത്തല്. ഇത് കറക്റ്റ് ആണോ, പ്രോപ്പർലി ആണോ എല്ലാ കാര്യങ്ങളും നടന്നത്, ക്വാളിറ്റി 100% ക്വാളിറ്റി ഉണ്ടോ, സ്പോയിലേജ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ മാനേജറുടെ ഫൈനൽ ഫങ്ഷൻ. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ടെക്നിക്സും ടൂൾസും, ജാപ്പാനീസ് ടെക്നിക്സ് ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട്. ക്വാളിറ്റി കൺട്രോൾ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, TQM, അതിൽ വരുന്നതാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അതിന്റെ മറ്റൊരു പേരാണ് കൈസൻ, അല്ലെ? അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ആ രീതിയിൽ ക്വാളിറ്റി ചെക്കിങ്ങിന് ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ISI എന്നത് ഒരു സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ തന്നെ BIS ക്വാളിറ്റിയിലാണ് സ്വർണത്തിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. 916 ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയാണ്. 91.6% സ്വർണം ഉണ്ട് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് 916 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ISO 9000 സീരീസ്. ISO സീരീസ് പല സീരീസുകളുണ്ട്. ഓരോ പ്രോഡക്റ്റിനും ഓരോ സീരീസിലൊക്കെയാണ് അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഓപ്പറേഷൻസ് മാനേജറുടെ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നെക്സ്റ്റെക്സ് അക്കാദമി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുക. ഇനി തുടർന്ന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിഷയത്തിന്റെയോ മറ്റോ ക്ലാസുകൾ ലഭ്യമാക്കണമെങ്കിൽ അത് കമന്റായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യാർത്ഥം നിങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അവിടെ ഓൾ എന്നത് എനേബിൾ ചെയ്യുകയും ചെയ്യുക. Okay, thank you for watching our channel Nextex Academy, an academy for next generation education. Thank you.